വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നു. വണ്ടിപ്പെരിയാർ ടൗണിന്റെ വിവിധ പ്രദേശത്തായാണ് പൈപ്പ് പൊട്ടി ജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പൈപ്പ് നന്നാക്കണമെന്ന് നാട്ടുകാർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇത്തവണ നേരത്തെയാണ് വേനൽ എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലെയും കുടിവെള്ള സ്രോതസ് വറ്റി വരണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം റോഡിലൂടെ ഒഴുകി പാഴായിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈൻ പൊട്ടി റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് ഇതുമൂലം പാഴാകുന്നത്. ഇതോടൊപ്പം കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾ വരുമ്പോൾ ഇതുവഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ട്. ഇതുകൂടാതെ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം റോഡിന് അടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈൻ പൊട്ടിയതിലൂടെ ദിവസവും ജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും വാട്ടർ അതോറിറ്റി ഇതിനുവേണ്ട നടപടിയൊന്നും തന്നെ സ്വീകരിച്ചില്ലെന്നും നാട്ടുകാരിൽ നിന്നും പരാതി ഉയർന്നിട്ടുമുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഇത്തരം അനാസ്ഥ ഒഴിവാക്കി ജലം പാഴാകുന്നത് തടയണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.